പ്രകൃതിയോട് ഇണങ്ങിയുള്ള ജീവിതവും ഒക്കെ ഇഷ്ടപ്പെട്ടിരുന്ന ശ്രീനിവാസൻ മടക്കയാത്രയും മണ്ണിലേക്ക് തന്നെ അദ്ദേഹം മടങ്ങുകയാണ്. വീടിന് സമീപത്ത് തന്നെ ഒരുക്കിയിരിക്കുന്ന കണ്ടനാട്ടെ എറണാകുളം നഗര മേഖലയിൽ നിന്ന് വിട്ട് തൃപ്പൂണിത്തുറയ്ക്ക് സമീപമുള്ള കണ്ടനാട്ടെ ഗ്രാമീണ മേഖലയിൽ ഉണ്ടായിരുന്ന ആ വീടിൻ്റെ പരിസരത്തിലേക്ക് ശ്രീനിവാസൻ അത്തരമൊരു ഇടം തൻ്റെ ഇനിയുള്ള ജീവിതത്തിന് വേണ്ടി അദ്ദേഹം തിരഞ്ഞെടുക്കുകയായിരുന്നു. ഒരു കണക്കിൽ പറഞ്ഞാൽ ഒരു വിശ്രമ ജീവിതം എന്ന് പോലും തോന്നിപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹം സിനിമയിൽ നിന്ന് ഇടവേളകളിൽ അദ്ദേഹം ലഭിക്കുന്ന ഇടവേളകളിൽ അദ്ദേഹം പരിസ്ഥിതിക്ക് വേണ്ടിയും കൃഷിക്ക് വേണ്ടിയും അദ്ദേഹം സംസാരിച്ചു. പുതിയ ഇനം വിത്തനങ്ങൾ എന്ന് മാത്രമല്ല ആ ഒരു പ്രദേശത്തെ നാട്ടുകാരെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് കൃഷിയുടെ പുതിയ സാധ്യതകൾ തേടുക, ജൈവ കൃഷിക്ക് വേണ്ടിയുള്ള പ്രോത്സാഹനവും അത്തരം ശബ്ദങ്ങളുമായി ശ്രീനിവാസൻ നിറഞ്ഞു നിന്നു എന്നതാണ് നമ്മൾ കണ്ടത്. ഇന്ന് രാവിലെയും കണ്ടനാട്ടെ ആ വീട്ടിലേക്ക് അണമുറയാത്ത ആളുകളാണ് എത്തുന്നത്. ആ നാട്ടുകാർക്ക് ശ്രീനിവാസൻ ഒരു സിനിമക്കാരൻ മാത്രമായിരുന്നില്ല. നാടിൻ്റെ ഇടവഴികളിൽ, കടകളിൽ, പ്രഭാത നടത്തത്തിനിടയിൽ ശ്രീനിവാസൻ ചിലവഴിക്കുന്ന ഇടങ്ങൾ, അവിടെ പല വീടുകളിലെയും സന്ദർശകൻ കൂടിയായിരുന്നു ശ്രീനിവാസൻ. അങ്ങനെ എല്ലാ അർത്ഥത്തിലും കണ്ണൂരിൽ പാട്ടിത്തൽ ജനിച്ച ശ്രീനിവാസൻ ഇങ്ങകലെ എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറ കണ്ടനാട്ട് എന്ന ഗ്രാമത്തിൽ അദ്ദേഹം ഒരു വീട് വയ്ക്കുന്നു. പിന്നീട് ആ നാട്ടുകാരനായി, യഥാർത്ഥത്തിലുള്ള നാട്ടുകാരനായി അദ്ദേഹം മാറുകയാണ്. തൻ്റെ സിനിമാ ജീവിതത്തിൽ കടന്നുപോയ അനുഭവങ്ങളും കാഴ്ചപ്പാടുകളും എല്ലാം ആ നാട്ടുകാർക്ക് കൂടി പകർന്നു കൊടുത്ത കർഷകരുടെ ഒരു കൂട്ടായ്മയടക്കം സംഘടിപ്പിച്ചുകൊണ്ടുള്ള ശ്രീനിവാസന്റെ ദൗത്യങ്ങളാണ് പിന്നീട് അവിടെ കണ്ടത്. അല്പസമയത്തുള്ളിൽ മൃതദേഹം ചിതയിലേക്ക് കൊണ്ടുവരും. രാവിലെയും പ്രമുഖരടക്കം നിരവധി ആളുകളാണ് അവിടെ വന്നു പോകുന്നത്. അനുസ്മരിക്കുന്നവർക്കെല്ലാം ശ്രീനിവാസൻ എന്ന മഹാമനുഷ്യൻ്റെ ഓർമ്മകൾ പലതരത്തിലാണ്. സിനിമയിലെ ശ്രീനിവാസനുണ്ട്, മനുഷ്യജീവിയായ ശ്രീനിവാസനുണ്ട്, സാമൂഹ്യജീവിയായ ശ്രീനിവാസനുണ്ട്. അങ്ങനെ സമൂഹത്തെക്കുറിച്ചും മനുഷ്യനെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ശ്രീനിവാസൻ എന്ന വ്യക്തി പങ്കുവെച്ച വികാര വിചാരങ്ങൾ പലതരത്തിൽ പങ്കുവയ്ക്കുന്നവരുണ്ട്. അല്പസമയം മുമ്പ് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകൻ കൂടിയായ നടൻ ജഗദീഷ് പങ്കുവെച്ച വാക്കുകൾ, സംസാരത്തിൽ പോലും ഇത്ര അധികം ഹ്യൂമർ കടന്നു വരുന്ന മറ്റൊരു മനുഷ്യനില്ല. ഒരുപക്ഷെ തമാശ പറഞ്ഞാൽ അത് തൊട്ടടുത്ത് നിൽക്കുന്ന ആളേക്കാൾ ഉച്ചത്തിൽ പൊട്ടിച്ചിരിക്കുന്ന, നിർത്താതെ പൊട്ടിച്ചിരിക്കുന്ന ശ്രീനിവാസൻ സ്വയം ആ തമാശകൾ, ഹാസ്യമൊക്കെ ആസ്വദിച്ച് അങ്ങനെ വ്യത്യസ്തനാം ഒരു ശ്രീനിവാസൻ തന്നെയാണ് കടന്നു പോകുന്നത്. രാവിലെ ആ വീട്ടിലേക്ക് നിരവധി ആളുകളെത്തി. സിനിമാ രംഗത്തുള്ള നിരവധി ആളുകളുണ്ട്. ആ നാട്ടുകാർ അവിടെ ഇങ്ങനെ ആപാലവൃദ്ധം ആളുകളിങ്ങനെ കൂടി നിൽക്കുകയാണ്. നോക്കൂ, അവിടെ വന്നു പോകുന്നത് ഇപ്പോൾ ആ കുടുംബത്തിൻ്റെ ഒരു പ്രൈവസിക്കുള്ളിലാണ് ഇന്നലെ ടൗൺ ഹാളിൽ നിന്നും കൊണ്ടുവന്ന മൃതദേഹമുള്ളത്. ഇളയ മകൻ ധ്യാൻ ശ്രീനിവാസന്റെ പിറന്നാൾ ദിനം തന്നെയാണ് അച്ഛൻ വിടവാങ്ങിയിരിക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. സ്വാഭാവികമായ കുടുംബത്തിലുണ്ടാകുന്ന തീരാനഷ്ടം ഊഹിക്കാവുന്നതാണ്. വീട്ടിൽ നിന്നും മൃതദേഹം പുറത്തേക്ക് ഇറക്കാനുള്ള തയ്യാറെടുപ്പുകളാണെന്നാണ് മനസ്സിലാവുന്നത്. ദൃശ്യങ്ങൾ അതിൻ്റെ സൂചനകളാണുള്ളത്. അങ്ങനെയെങ്കിൽ ഉടൻ തന്നെ മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവരും. സംസ്ഥാന സർക്കാരിൻ്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതിയോടുകൂടിയായിരിക്കും സംസ്കാരം നടക്കുക. ഡാനി, സംസ്കാര ചടങ്ങുകളുടെ ഭാഗമായുള്ള അന്ത്യകർമ്മങ്ങൾ നടക്കുന്നു. അങ്ങനെയാണോ അവിടെ നടക്കുന്നത്? സജിത, അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അന്തിമ കർമ്മങ്ങൾ, സംസ്കാര ശുശ്രൂഷയ്ക്ക് മുൻപായിട്ട് നടക്കുന്ന ചടങ്ങുകളിലേക്ക് കടന്നിരിക്കുന്നു എന്നതാണ്. നേരത്തെ വീടിന് പിറകിലെ വാതിലിലൂടെ പുറത്തേക്ക് കൊണ്ടുവന്ന് പിന്നീട് അകത്തേക്ക് കയറ്റിയപ്പോൾ ചടങ്ങുകളിലേക്ക് കടന്നിരിക്കുന്നു എന്നതാണ് അറിയാനായിട്ട് കഴിയുന്നത്. ഇതിനുശേഷമാണ് ചിതയിലേക്ക് എടുക്കുന്നത്. അതിനു മുൻപായിട്ട് ചടങ്ങുകൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അത് ഇപ്പോഴവിടെ പുരോഗമിക്കുകയാണ്. വലിയ രീതിയിലുള്ള തിരക്ക് തന്നെയാണ് സജിത്ത്
എടുത്തു പറയേണ്ടത്. കാരണം അത് നമ്മൾ പറയാതെ പോകരുത്. കാരണം വലിയ തിരക്ക്. എത്ര കണ്ട ഒരാൾ സജീവമായിരുന്നു, സചേതനമായിരുന്നു സിനിമയ്ക്ക് പുറത്ത്. കാരണം ഒരു ചലച്ചിത്രകാരൻ എന്ന രീതിയിൽ അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത അല്ലെങ്കിൽ നേടിയെടുത്ത ആരാധകരൊന്നുമല്ല ഇവിടെയുള്ളത്. അതിന് പുറത്ത് അദ്ദേഹത്തിൻ്റെ എഴുത്തും അദ്ദേഹത്തിൻ്റെ വാക്കുകളും വചനങ്ങളും എല്ലാം തന്നെ എത്ര കണ്ട് സ്വാധീനിച്ചിട്ടുണ്ട്, എത്ര കണ്ട് ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടുണ്ട് എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയുണ്ട്. അത് സിനിമയ്ക്ക് അപ്പുറത്തുള്ള ഒരു ഇടപെടലാണ്. ഇന്ന് നമ്മൾ ഈ കൂടിയിരിക്കുന്ന ഒരു ജനാവലിയുടെ ഒരു പ്രത്യേകത, മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മൾ ഈ പുതിയ തലമുറ, ജെൻസി എന്നെല്ലാം പറയുന്നത് പോലെ പുതിയ ഒരു തലമുറ, അത് വളരെ കൂടുതലാണ് ഇവിടേക്ക് വന്നവർ. അവരെ ഒരുപക്ഷെ ശ്രീനിവാസൻ്റെ സിനിമകളിപ്പോൾ തിയേറ്ററുകളിലല്ല, അത് ഒരു പലപ്പോഴും വരുന്ന ടെലിവിഷനിൽ അല്ലെങ്കിൽ യൂട്യൂബിലെല്ലാം തന്നെ തേടിപ്പിടിച്ച് കാണുന്ന ഒരു രീതിയാണ്. കാരണം പുതിയ സിനിമയുടെ ഇപ്പോൾ കാണുന്ന ആ ഒരു പരിപ്രേക്ഷ്യത്തിലല്ല അവരത് കാണുന്നത്. പഴയ തിരഞ്ഞെടുത്ത് വീണ്ടും കാണുക അല്ലെങ്കിൽ കേട്ടറിഞ്ഞ് അതിലേക്ക് പോകുക. അങ്ങനെയുള്ള കേട്ടറിവുകൾ എന്ന് പറയുന്നത് നമ്മളിന്ന് കാണുന്ന ഈ ട്രോൾ മെറ്റീരിയലുകളാണ് പലതും. ഈ രാഷ്ട്രീയവുമായി കൂട്ടിക്കുഴച്ചുള്ള അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള ചില പ്രത്യേകതകൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ രീതിയിലുള്ളൊരു ഹാസ്യം നമുക്ക് ആരെങ്കിലും കൈകാര്യം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അപ്പോൾ കുട്ടികൾ അന്വേഷിച്ച് ചെല്ലുകയാണ്. ഇതാരായിരുന്നു, അല്ലെങ്കിൽ ഈ മനുഷ്യൻ എന്തൊക്കെയാണ് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്ന് കണ്ടുപിടിക്കലും തേടിയെത്തലുമായിരുന്നു ഇപ്പോഴത്തെ തലമുറയ്ക്ക്. ഇന്ന് ഇവരോട് സംസാരിക്കുമ്പോൾ പലരും അത് തന്നെയാണ് പറയുന്നത്. ഞങ്ങൾ ഒരു തിയേറ്റർ റിലീസിൽ ഇപ്പോൾ പുതിയ കാലത്തിൻ്റെ സിനിമകൾ കാണുന്നു. പക്ഷേ ശ്രീനിവാസൻ്റെ സാറിൻ്റെ സിനിമകൾ ഞങ്ങൾ കണ്ടെത്തുന്നത്, ഞങ്ങൾ ഈ യൂട്യൂബിലും മറ്റും അല്ലെങ്കിൽ സിനിമ ശകലങ്ങൾ പലതിലും വരുമ്പോൾ ട്രോളുകളിൽ കണ്ട ഇതെന്തായിരുന്നു സംഭവം എന്ന് അന്വേഷിച്ച് പോകുമ്പോഴാണ് ഒരുപക്ഷെ സന്ദേശം, അതോടൊപ്പം തന്നെ അതുപോലുള്ള മറ്റ് ആനുകാലിക പ്രസക്തമുള്ള ചിത്രങ്ങൾ, ചില ഹാസ്യ സീനുകൾ, ഇതെല്ലാം അവർ പുതിയൊരു അനുഭവത്തിലൂടെയാണ് കുട്ടികൾ കാണുന്നത്. കാരണം ഇത്രത്തോളം സ്വയം ഇകഴ്ത്തിക്കൊണ്ട് നർമ്മം അവതരിപ്പിച്ച ആരുണ്ടാകും? അതും സ്വന്തം രചന തന്നെയാണ് എന്നതാണ് അതിൻ്റെ ഒരു വിരോധാഭാസം എന്ന് പറയുന്നത്. അതിന് അദ്ദേഹത്തെ തന്നെ ഉപയോഗപ്പെടുത്തി എന്നതാണ്. അങ്ങനെ ചില പൊളിച്ചെഴുത്തുകൾക്ക് വേണ്ടി അദ്ദേഹം സ്വയം ഇറങ്ങി നടക്കുകയായിരുന്നു. ശ്രീനിവാസൻ വന്ന വഴി ശ്രീനിവാസൻ മാത്രം വെട്ടിത്തെളിച്ച വഴിയാണ്. ആ വഴിയിലൂടെ പിന്നീട് നടക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടവരുണ്ടാകാം. കാരണം അതത്ര കണ്ട് ബുദ്ധിമുട്ട് നിറഞ്ഞതാണ്. അദ്ദേഹം സ്വയം രൂപപ്പെടുത്തിയതാണ്. ആ നിർമ്മിതി മറ്റാർക്കും പറ്റിയതുമല്ല, പാകത്തിലുള്ളതുമല്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വേറിട്ട് നിൽക്കുന്നതും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാകുന്നതും അതുകൊണ്ട് തന്നെയാണ്. ആ ഒരു വ്യത്യസ്തത തന്നെയാണ് ഇന്നത്തെ തലമുറയും അംഗീകരിക്കുന്നതും പറയുന്നതും എല്ലാം അതുതന്നെയാണ്. കാരണം വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങൾ, സിനിമാ ഡയലോഗുകളെല്ലാം തന്നെ മാറിയിട്ടുണ്ട്. വളരെ അനായാസമായി ഓരോ കാര്യങ്ങൾ അദ്ദേഹം സിനിമയിൽ അവതരിപ്പിക്കുകയും ചെയ്തു. നമ്മൾക്ക് അദ്ദേഹത്തിൻ്റെ ഈ ചില സിനിമകളിലെ ഒരു നാട്ടുപ്രദേശങ്ങൾ, അവിടുത്തെ കഥാപാത്രങ്ങൾ, ഇതെല്ലാം തന്നെ നമുക്ക് ചുറ്റും കണ്ണോടിച്ചാൽ കാണുന്ന ആളുകൾ തന്നെയായിരിക്കാം, അവരിൽ നിന്ന് തന്നെയായിരിക്കാം അവർ തിരഞ്ഞെടുക്കപ്പെട്ടതുമല്ല. അതുകൊണ്ട് തന്നെയാണ് ആ കഥാപാത്രങ്ങൾ ഓരോന്നും ഇന്നും ഓരോന്നും ജീവിക്കുന്നതും പലപ്പോഴും ഓരോരുത്തരെയും കോട്ട് ചെയ്ത് ഇത്തരം കാര്യങ്ങൾ പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. നമുക്ക് സന്ദേശം പോലുള്ളൊരു സിനിമ, അതിനെക്കുറിച്ച് പലതവണ നമ്മൾ ഈ ദിവസങ്ങളിലായിട്ട്, 2 ദിവസങ്ങളിലായിട്ട് നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ എങ്ങനെയാണ് പറയാതിരിക്കുക? കാരണം അതുപോലൊരു ചിത്രം ഇനി ഉണ്ടാകില്ല. അതുപോലെ ഗൗരവമുള്ള രാഷ്ട്രീയത്തെ ഇത്രമേൽ ഹാസ്യത്തിൽ പൊതിഞ്ഞ് എങ്ങനെയാണ് അത്ര ഗൗരവത്തോടെ അവതരിപ്പിക്കാൻ ഒരാൾക്ക് കഴിയുക? അവിടെയാണ് ശ്രീനിവാസൻ എന്ന ചലച്ചിത്രകാരൻ, ശ്രീനിവാസൻ എന്ന തിരക്കഥാകൃത്ത്, അഭിനേതാവ് വ്യത്യസ്തമാകുന്നത്. അവിടെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന അത്ര നാൾ വളരെ ഗൗരവമായി സഗൗരവം പറഞ്ഞിരുന്ന പല കാര്യങ്ങളും അതേ ഗൗരവത്തിൽ ശ്രീനിവാസൻ വളരെ സറ്റയറായി സിനിമയിലേക്ക് കൊണ്ടുവന്നപ്പോൾ തലമുറകൾ ആർത്തിച്ചിരിക്കുന്ന ഒരു രീതിയായിട്ട് ആ സിനിമ മാറുകയുമെല്ലാം തന്നെ ചെയ്തു. അതിൽ ഒരു രാഷ്ട്രീയത്തെയും അദ്ദേഹം വെറുതെ വിടുന്നില്ല. പക്ഷേ ആ രാഷ്ട്രീയക്കാരത്രയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായി തുടരുന്നു എന്നതിലാണ് അതിൻ്റെ ഒരു സ്വീകാര്യത അടയാളപ്പെടുത്തുന്നത്. ഇന്ന് വന്ന് സംസാരിച്ചു പോയ പലരും ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നതും ഓർമ്മിപ്പിച്ചു കൊണ്ടിരുന്നതും അത് തന്നെയാണ്. വി ഡി സതീശൻ പറഞ്ഞതുപോലെ, പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്, എങ്ങനെയാണ്
ശ്രീനിവാസനെ മറന്ന് ഒരു നർമ്മത്തിൽ രാഷ്ട്രീയം പറയുന്ന ഒരാളെ നമ്മൾക്ക് മറ്റൊരാളിലേക്ക് പോകാനാവും. എങ്ങനെയാണ് ഒരു ദിവസം പോലും അദ്ദേഹത്തെ ഇല്ലാതെ, അദ്ദേഹത്തിന് ഓർമ്മപ്പെടുത്തലില്ലാതെ, അല്ലെങ്കിൽ അതുപോലുള്ള ഒരു പ്രയോഗങ്ങളില്ലാതെ നമ്മൾ ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനാകുക എന്നതെല്ലാം അത്രമേൽ ഹാസ്യത്തിൽ പൊതിഞ്ഞ് അദ്ദേഹത്തിന് മാത്രമുള്ളൊരു കൈയടക്കത്തോടു കൂടി അത് അവതരിപ്പിച്ചപ്പോൾ അത് മലയാളത്തിൽ അതിനെ ക്ലാസിക്കുകളായി തന്നെ മാറുന്നു എന്നതാണ്. അത് എക്കാലത്തെയും ഒരു കൾട്ട് ഫിഗർ എന്നെല്ലാം പറയുന്നത് പോലെ ആ രീതിയിലേക്ക് ഇതെല്ലാം മാറ്റിയെടുക്കാനായിട്ട് അസാമാന്യ പ്രതിഭ. നേരത്തെ ജഗദീഷ് പറഞ്ഞതുപോലെ 100 വർഷം കഴിഞ്ഞോട്ടെ, മലയാള സിനിമയുടെ 200 വർഷം കഴിഞ്ഞോട്ടെ, അവിടെയും ഉണ്ടാകും ശ്രീനിവാസൻ എന്നൊരു പേര് എഴുതി വയ്ക്കാനായിട്ട്. കാരണം അതിന് പകരം മറ്റൊരാളും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് അദ്ദേഹം പറയുന്നു. ഏതായാലും സജിത ഇപ്പോൾ ഗാർഡ് ഓഫ് ഓണർ നൽകുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക്, അതിൻ്റെ ഒരു ക്രമീകരണങ്ങളിലേക്ക് ഇവിടെ എത്തിയിരിക്കുന്നു എന്നതാണ്. പോലീസ് ഉദ്യോഗസ്ഥർ ഗാർഡ് ഓഫ് ഓണർ നൽകുന്നതിന് വേണ്ടി ഇവിടെ അണിനിരന്നിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ അന്ത്യകർമ്മങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് ശ്രീനിവാസൻ്റെ മൃതദേഹം ചിതയിലേക്ക് കൊണ്ടുപോകും. അതിനു മുൻപായിട്ട് ഇവിടെ സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികളടക്കം നൽകേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പാണ് സിനിമാ പ്രവർത്തകർ, അതോടൊപ്പം തന്നെ പോലീസുകാർ നേരിട്ട് ഇപ്പോൾ കാര്യങ്ങൾ നിയന്ത്രിക്കുകയാണ്. രണ്ടുപേർ വലിയ ശബ്ദത്തിൽ വിളിച്ചു പറയുന്നുണ്ട്, കാണാനുള്ളവരുണ്ടെങ്കിൽ ഇനി പെട്ടെന്ന് വന്നു പോകണം. കാരണം ഒട്ടനവധി പേർ ഇപ്പോഴും ഗേറ്റിന് പുറത്തും വീടിന് സമീപത്തുമായിട്ട് എല്ലാവരും തന്നെ ഇവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ചടങ്ങുകൾ വളരെ സമയബന്ധിതമായിട്ട് തന്നെ പൂർത്തിയാക്കണം. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിലുമാണ് നിലനിൽക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ വലിയ രീതിയിലേക്ക് നിയന്ത്രണങ്ങൾ ആളുകളോട് നീങ്ങി നിൽക്കുന്നതിനും എല്ലാം തന്നെ നിർദ്ദേശം നൽകുകയും എല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വൈകാതെ തന്നെ ചടങ്ങുകൾ പൂർത്തിയാക്കിക്കൊണ്ട് ഗാർഡ് ഓഫ് ഓണർ നൽകുന്ന നടപടികളിലേക്ക് കടക്കുകയാണ്. മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട, ഏറ്റവും പ്രിയങ്കരനായ ഒരു ചലച്ചിത്രകാരൻ കൂടി യാത്ര പറയുകയാണ്. മലയാളിക്ക് ഓർക്കാനും ഓമനിക്കാനും ഓർത്തോർത്തു ചിരിക്കാനും ചിന്തിക്കാനും ഒരുപാട് മുഹൂർത്തങ്ങൾ നൽകിയ അപൂർവങ്ങളിൽ അപൂർവമായ ഒരാൾ, ഒരു ചലച്ചിത്ര പ്രവർത്തകൻ കൂടി മലയാളത്തോട് യാത്ര പറയുകയാണ്. മലയാള സിനിമയുടെ ചരിത്രം എഴുതുമ്പോൾ അതിൽ തിളങ്ങി നിൽക്കുന്ന ഒരു പേരുകാരനായി ശ്രീനിവാസൻ മാറും. 48 വർഷം, ഏതാണ്ട് 1/2 നൂറ്റാണ്ട് കാലമാണ് സിനിമയിൽ തുടർന്നത്. മലയാള സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്ന് കളറിലേക്കെല്ലാം മാറുമ്പോൾ അതിൽ ശ്രീനിവാസൻ എന്ന മനുഷ്യൻ സൃഷ്ടിച്ച ഒരു ലോകം കൂടിയുണ്ട്. മലയാളിയെ നല്ല ഹാസ്യം ആസ്വദിക്കുന്നതിന്, ആ നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന് ശ്രീനിവാസൻ നൽകിയ സംഭാവനകൾ ചെറുതല്ല.